അപ്പോ നീയും പരാജയപ്പെട്ടല്ലേ? വേറെ ഒരു തവണയല്ല, ഡിസൈൻസിന്റെ കാര്യത്തില്, ടെൻഡറിന്റെ കാര്യത്തില്, സ്പോൺസേഴ്സിന്റെ കാര്യത്തില്, ഇപ്പൊ ഇതാ കള്ള നോട്ടിന്റെ കാര്യത്തില് അറ്റംപ്റ്റ് ചെയ്ത എല്ലാ കാര്യത്തിലും ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഞാൻ മാത്രം പരാജയപ്പെട്ടെന്ന് എന്നെ ബ്ലെയിം ചെയ്താലോ? തോൽവി എല്ലാവർക്കും വരും ഡാർലിംഗ്. എന്നാ ഈ ആദിത്യ ജയിക്കുന്നത് വരെയും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് പറയാനാണോ എന്നെ വിളിച്ചത്? അല്ല, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. വീണ്ടും ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. അതിന് നീ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ വിട്ടേക്ക്. സോറി ഡിയർ, നീ എനിക്ക് കിട്ടിയ ബ്രഹ്മാസ്ത്രമാണ്. അങ്ങനെ ഈസിയായി നിന്നെ വിട്ടുകളയാൻ പറ്റില്ല. എനിക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല. വേറെ വഴിയില്ല ഡാർലിംഗ്. ആ അഭിരാമിനെയും സംസ്കൃതി ഈവൻസിനെയും മൊത്തമായി നശിപ്പിക്കുന്നത് വരെയും നമ്മൾ ഒന്നിച്ച് പോരാടണം. അതോടെ എന്റെ കഥ കഴിയും. നിന്നോട് സംസാരിക്കുന്ന കാര്യം വസുവേട്ടത്തി അറിഞ്ഞ് എനിക്ക് വാണിംഗ് തന്നിരിക്കുക. അഖിലിന് സംശയം തോന്നി തുടങ്ങി. അത് നിന്റെ പ്രശ്നം. നീ തന്നെ അത് മാനേജ് ചെയ്യണം. എനിക്ക് നീ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാനും നിനക്കൊരു പ്രോബ്ലമായിട്ട് മാറും. നമ്മുടെ കുഞ്ഞിന്റെ കാര്യം ഞാൻ എല്ലാവരോടും പറയും. എന്നെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? എനിക്ക് വേറെ വഴിയില്ല. നിനക്ക് പോലും ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. എന്ത് ചെയ്യണമെന്ന് പറ. ഇപ്പോഴല്ല, പിന്നീട് ഞാൻ പറയാം. റെഡി ആയിട്ടിരുന്നോ? എങ്ങനെയെങ്കിലും ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ടെൻഷനായി ഞാൻ ചത്തുപോകും. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. എന്തെങ്കിലും ചെയ്ത് അഭിറാമിനൊരു പണി കൊടുക്കണം. ഇത്തവണ ഞാൻ കൊടുക്കുന്നത് ഒരു സാധാരണ പണിയായിരിക്കില്ല. ആ അഭിറാമിനെ മൊത്തമായിട്ട് അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാ. വസുന്ധര, താൻ ചെല്ല്, ഞാനിപ്പോ വരാം. ചേച്ചി, കിട്ടുന്റെ സ്കൂളിലെ ഫീസ് അടച്ചോ? ഡി എടുത്തിട്ടുണ്ട് ദമയന്തി. നാളെ തന്നെ സ്കൂളിൽ പോയി കൊടുക്കാം. അപ്പോ ഇന്ന് നിങ്ങൾ ഫീസ് അടച്ചില്ലല്ലേ? ആ അത്രേ ഉള്ളു ചേച്ചി. ഈ കുഗ്രാമത്തിൽ നിന്ന് വന്ന പയ്യനെ ഇത്രയും വലിയ പടത്തെ എന്തിനാണെന്ന് വിചാരിച്ചിരിക്കും അല്ലേ? എന്തു പറ്റി ദമയന്തി? ഞാനെന്ത് പറയാനാ വല്യമ്മേ, ദൈവം വരം കൊടുത്താലും പൂജാരി വരം കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെയാ. കിട്ടുന്റെ സ്കൂൾ ഫീസ് അടയ്ക്കണമെന്ന് അഭിയേട്ടൻ പറഞ്ഞിട്ടല്ലേ പോയത്. വസു ചേച്ചി അടച്ചില്ലാന്ന്. എന്താ വസു, ശരിയാണോ? അതേസമയം ഉണ്ണിയുടെ കാര്യമായിരുന്നെങ്കിൽ എടുത്ത് ഇതുപോലെ ചെയ്യുമായിരുന്നോ? ഉണ്ണിക്ക് അവളൊരു കുറവും വരുത്തില്ലല്ലോ. അവന്റെ ഒരു നേരത്തെ ഭക്ഷണം മുടങ്ങിയ വസുവിനത് താങ്ങാനേ പറ്റില്ല. എന്താ വസു, ദമയന്തിക്കും കിട്ടൂനും ഇവിടെ ഒരു കുറവും വരുത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്താ അമ്മേ? കേട്ടില്ലേ അഭി? കിട്ടൂന്റെ സ്കൂൾ ഫീസ് അടച്ച ഇവളുടെ ഖജനാവ് കാര്യാകൂന്നോർത്ത് സ്കൂൾ ഫീസ് അടയ്ക്കാതെയാ വന്നിരിക്കുന്നത്. വസുവേട്ടത്തി ഇങ്ങനെയുള്ള വേർതിരിവൊന്നും കാണിക്കരുത്. വസുന്ധരയ്ക്ക് അങ്ങനെയുള്ള പാർഷ്യാലിറ്റി ഒന്നും ഇല്ല കാർത്തിക. പിന്നെ എന്തുകൊണ്ടാ വാസു ചേച്ചി എന്റെ മോന്റെ ഫീസ് അടയ്ക്കാതിരുന്നത്? ഫീസ് അടയ്ക്കാൻ വേണ്ടി തന്നെയാ വസുന്ധര ബാങ്കിൽ പോയത്. പക്ഷെ അപ്പോഴേക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാ, നിന്റെ കയ്യിൽ കള്ളനോട്ട് തന്നത് ആദിത്യ സാറാണോ? അഭിറാമിനെ അറസ്റ്റ് ചെയ്യിക്കുകയാണോ അയാളുടെ പദ്ധതി? അത് കള്ളനോട്ടോ ഏട്ടാ? ഇതാണ് ശരിക്കും നടന്നത്. വസുന്ധര കൃത്യസമയത്ത് വിവരം അറിയിച്ചില്ലായിരുന്നെങ്കിൽ കള്ളനോട്ട് കേസിൽ ഞാൻ അറസ്റ്റിലായി നമ്മുടെ കമ്പനിക്ക് തന്നെ ചീത്തപ്പേര് വരുമായിരുന്നു. ആ ആദിത്യ ഇത്രയും വിവരം കിട്ടവനാണോ ഏട്ടാ? അവന്റെ ഓഫീസിൽ പോയി 2 കർണം അടിച്ച് പൊട്ടിച്ച് വാൺ ചെയ്തിട്ടാ ഞങ്ങൾ വരുന്നേ. ഇനി അവൻ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വരില്ല. നല്ല കാര്യം ചെയ്തിരിക്കുന്നെ.
അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ആദ്യം ജയിലിലേക്ക് അയക്കേണ്ടത്. അങ്ങനെ ഒരു ദിവസം വരും ഭാവനെ. ഉടൻ തന്നെ അവനെ ജയിലിലടച്ച് അഴി എണ്ണിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ആരൊക്കെ ജയിലിൽ അയക്കും? എന്റെ രാജയെ അയച്ചു, ഇനി ആദിത്യനെയും ജയിലിൽ അയച്ച് നീ ഇവിടെ സന്തോഷമായിട്ട് കഴിയും അല്ലേ? ഇത്രയും നടന്നിട്ടും എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല വസു? ഏടത്തിയെ പറയാൻ സമ്മതിച്ചാലല്ലേ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഏടത്തിയുടെ വായ അടപ്പിച്ചു. എന്താടാ വസു ചേച്ചിയെ സംസാരിക്കാൻ സമ്മതിക്കാതെ നമ്മൾ എന്താ വായ മൂടി വെച്ചിരിക്കുവായിരുന്നോ? അതിരിക്കട്ടെ, നാളെയെങ്കിലും കിട്ടുവിന്റെ ഫീസ് അടയ്ക്കുവോ? നാളെ ഉറപ്പായിട്ട് സ്കൂളിൽ പോയി അടയ്ക്കാൻ ദമയന്തി. ആ നമസ്കാരം madam. നമസ്കാരം പൂജാരി. നമസ്കാരം സാർ. നമസ്കാരം പൂജാരി. അല്ല, എന്താ വിശേഷം? ഞാനാ അബി വരാൻ പറഞ്ഞത്. നാളെ ശിവരാത്രി പൂജയല്ലേ? പൂജ ചെയ്യുന്നതിന് വേണ്ടി പൂജാരി വരുത്തിച്ചതാ. പൂജാരി, പൂജയ്ക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ വാങ്ങിവെക്കാം. പൂജയ്ക്ക് ആവശ്യമുള്ളവരെല്ലാം ലിസ്റ്റ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ വാങ്ങിച്ചോളൂ മാഡം. അങ്ങനെയാകട്ടെ പൂജാരി. നിങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യ പ്രകാരം പൂജയ്ക്ക് ആഭരണങ്ങളും വെക്കണം. അതുകൂടി എടുത്തു വെച്ചോളൂ. ഉറപ്പായും റെഡിയാക്കി വെച്ചേക്കാം. ഇന്ന് തന്നെ ആഭരണങ്ങളൊക്കെ പോളിഷ് ചെയ്തേക്കാം. ആ ശരി മാഡം, ഞാൻ നാളെ രാവിലെ വരാം. അങ്ങനെയാവട്ടെ. പോയിട്ട് വരാം മാഡം, പോയിട്ട് വരാം സാർ. നാളെ പൂജയ്ക്ക് ആരായിരിക്കുന്നേ? വസുവിനെ നമുക്ക് ഇരുത്താമേ. അവള് കാരണമാണ് നമ്മുടെ കുടുംബത്തിനും കമ്പനിക്കും നല്ലതൊക്കെ വന്നത്. എപ്പോഴും വസുവേട്ടത്തി തന്നെ. ഇത്തവണ പൂജയ്ക്ക് ഞാനിരിക്കും. നിനക്ക് പൂജയും കർമ്മം ഒന്നും സെറ്റ് ആവില്ല. മിണ്ടായിരിക്കടി. എന്താ, എനിക്കൊന്നുകൊണ്ട് സെറ്റാകില്ല. എനിക്കും ഭക്തിയൊക്കെ ഉണ്ട്. ഭക്തി ഇല്ലാത്തത് കൊണ്ടല്ല കാർത്തികേ. നീ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അത്രയും സമയം നിനക്ക് പൂജയിൽ ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റും അമ്മേ, എന്നെ കൊണ്ട് അതിന് കഴിയും. നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആവശ്യമില്ലാന്ന് റിസ്ക് എടുക്കല്ലേ കാർത്തിക. അത് ശരി, എന്റെ കെട്ടിയവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഈ വീട്ടിലെ മകളായി ഞാൻ തന്നെ പൂജയ്ക്ക് ഇരിക്കുമായിരുന്നു. എനിക്ക് ആ ഭാഗ്യം ഇല്ലാതെ പോയി. എന്റെ രാജ്യമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സുമംഗലിയായി ഞാനായിരുന്നു ആ പൂജയ്ക്ക് ഇരിക്കേണ്ടത്. ഇനി അടുത്ത ശിവരാത്രി വരെ കാത്തിരിക്കണം. വസു, നാളത്തെ പൂജയുടെ ചുമതല മുഴുവൻ നിൽക്കാം. ഞാൻ മാത്രമല്ല ചേച്ചി, ചേച്ചി ഞാനും കൂടി ഒരുമിച്ച് ചെയ്യാം. ഭാസ്കർ, നീ പൂജയ്ക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചോ. ശരിയമ്മേ. ആഭരണങ്ങൾ പോളിഷ് ചെയ്യാൻ ആളെ വിളിക്കാം. നീ അതൊക്കെ എടുത്തു വെക്ക് വസു. എന്താ നീ മിണ്ടാതെ ഇങ്ങോട്ട് വന്നത്? എന്നെ മാറ്റി നിർത്തിയിട്ട് വസുവേട്ടത്തിയോട് പൂജ ചെയ്യാൻ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യും? പൂജ ചെയ്താൽ നിനക്കെന്ത് കിട്ടും? കൊറേ നടുവേദന അല്ലാതെ. അതേസമയം നീ ആ പൂജയിൽ ഇല്ലാന്ന് വെക്ക്, വസുവിന് നിറയെ തലവേദന കൊടുക്കാം. എന്താ ആന്റി ഈ പറയുന്നേ? ഇപ്പൊ നമ്മുടെ ടാർഗറ്റ് എന്താ? നിന്റെ അമ്മയുടെ വസുവിന് വഴക്ക് വാങ്ങി കൊടുക്കാന്നല്ലേ? സീതാദേവിയെ പോലെ മീരാബായിയെ പോലെ നല്ല പേര് വാങ്ങാനൊന്നല്ലല്ലോ. പക്ഷെ എനിക്ക് ഈ വീട്ടില് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് വേണ്ടേ? നിനക്ക് ഈ വീട്ടിൽ ഇമ്പോർട്ടൻസ് കിട്ടണമെങ്കിൽ വസുവിന്റെ ഇമ്പോർട്ടൻസ് ആദ്യം കുറയ്ക്കണം. എല്ലാവരുടെ മുന്നിൽ വെച്ച് വസുവിന്റെ മാനം കളയണം. അപ്പൊ വസുവിന്റെ സ്ഥാനം ഇല്ലാതാകും, നിന്നെ കുറിച്ച് മതിപ്പേറും. കറക്റ്റാണ്, പക്ഷേ അതെങ്ങനെ പ്രാവർത്തികമാക്കും? നല്ല കാര്യം ചെയ്യാനാ പാട്, നശിപ്പിക്കാൻ വളരെ എളുപ്പമാ. ആന്റിയുടെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിന്റെ അമ്മായി ഐഡിയ തന്നിട്ടുണ്ടല്ലോ. എന്ത്? വസുവേട്ടത്തിയെ വഴക്ക് പറയാനായിട്ട് അമ്മ ഐഡിയ തന്നോ? അതായത് നമുക്കൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന്. കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ പറ ആന്റി. നാളത്തെ പൂജയില് വീട്ടിലെ ആഭരണം മുഴുവൻ വെക്കണോന്ന് പൂജാരി പറഞ്ഞിട്ട് പോയതല്ലേ? അതെ. ആ ആഭരണം എല്ലാം പോളിഷ് ചെയ്യേണ്ട ഡ്യൂട്ടി നിന്റെ അമ്മായി വസുവിനെ ഏൽപ്പിച്ചിരിക്കല്ലേ? കുറച്ചു സമയത്തിനുള്ളിൽ ആഭരണം പോളിഷ് ചെയ്യുന്ന ആള് വീട്ടിലേക്ക് വരും. അവനെ നമ്മുടെ കയ്യിലാക്കിന്ന് വെച്ചോ. ആഭരണത്തിന്റെ കാര്യത്തില് വസുവിന് നാളെ നല്ലൊരു പണി കൊടുക്കാം. മാനേജ് ചെയ്യാന്ന് വെച്ചാ എങ്ങനെയാ ആന്റി? നീ എന്ന് തൊട്ടാടി ഇത്രയും പാവായത്? TV സീരിയലൊന്നും കാണാറില്ലേ നീ? എത്ര പേര് എത്ര സ്ഥലത്ത് ഈ പ്ലാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയോ? എപ്പോ പ്രയോഗിച്ചാലും നന്നായി വർക്കൗട്ട് ആവുന്ന പ്ലാനാ ഇത്. അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് പ്ലാൻ എന്താ ആന്റി? നിന്റെ ആ ചെവി ഇങ്ങോട്ട് താ. റുട്ടീൻ പ്ലാൻ ആണെങ്കിലും
വസുവേടത്തിയെ റോഡിൽ ഇറക്കി വിടുന്ന പ്ലാനാ. അവള് റോട്ടിലല്ലടി, ചാപുകടലാ പോയി വീഴേണ്ടത്. അപ്പോഴേ നിനക്ക് എനിക്ക് മനസമാധാനം കിട്ടും. ഓരോരോ തവണയും വസുവേടത്തിയല്ലേ നമ്മളെ പരാജയപ്പെടുത്തുന്നത്. ഇത്തവണ നമ്മൾ പരാജയപ്പെടുത്തും. ആഭരണത്തിന്റെ കാര്യത്തില് അവക്ക് നല്ല പണി കിട്ടും. വസുവിന് അപമാനോ നമുക്ക് ആനന്ദോ. താങ്ക്സ് ആന്റി, നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ വേണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട്. നീയോ എപ്പോഴും എന്നെ മാറ്റി നിർത്തുന്നേ. സോറി ആന്റി. ആ വന്നേ ആന്റി, പോളിഷ് ചെയ്യുന്ന ആളിപ്പോ വരും. ആ നടക്ക്. ദമയന്തി, എന്തോ ചേച്ചി? ആഹാരം ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റ് ആവും. കുറച്ച് പാത്രം കഴുകി തരുവോ? ആ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങാം. എന്തോന്ന്? ഞാൻ പാത്രം കഴുകണമെന്നോ? ഓരോരുത്തരും ഓരോ ജോലി ചെയ്താ പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി കഴിയുമല്ലോ. അതോ വാസു ചേച്ചി ഉണ്ടല്ലോ ഇവിടെ, അവരോട് പാത്രം കഴുകാൻ പറ. വസുവിന് വേറെ ജോലിയുണ്ട്. അപ്പോ ഈ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാത്തവളാണ് ഞാനെന്നാണോ? അതുകൊണ്ടാണോ എനിക്ക് ജോലി തരുന്നത് ചേച്ചി? നമ്മുടെ ജോലികളൊക്കെ നമ്മൾ തന്നെ ചെയ്താ അതിലെന്ത് തെറ്റാ ഉള്ളത്? ഹാ ശരിയാ ചേച്ചി. എന്തായാലും നിങ്ങൾ ഈ വീട്ടിലെ മരുമക്കളല്ലേ. ഞാൻ പുറത്തുനിന്ന് വന്നവളും കുഗ്രാമത്തിൽ നിന്ന് വന്നതല്ലേ. നിങ്ങളുടെ കണ്ടിൽ ഞാനൊരു ജോലിക്കാരിയായിരിക്കും. ഇവിടെ ഇപ്പൊ നിന്നെ ആരാ ജോലിക്കാരിന്ന് വിളിച്ചത്? ജോലിയില് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചു, അത്രയല്ലേ ഉള്ളൂ. എന്താ ഉണ്ടായി വസു? നോക്ക് വല്യമ്മേ, ഞാൻ ഈ വീട്ടിൽ വന്ന് ഓസിന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നെന്നാ ഇവര് പറയുന്നേ. ഞങ്ങളെപ്പോഴാ ദമയന്തി അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ സംസാരത്തിന്റെ അർത്ഥം അത് തന്നെയല്ലേ? വായിന്ന് വരുന്നതൊക്കെ കുത്തുവാക്കും മൊനയും വച്ചാ സംസാരിക്കുന്നേ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാണോ വിചാരിക്കുന്നേ? ദമയന്തി വീണ്ടും എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കാൻ തോന്നുന്നു. ഇവക്ക് വേറെ ഒരു ജോലിയില്ല. അവര് കാരണം നമ്മുടെ പ്ലാൻ ഇല്ലാതാകരുത് ആന്റി. ഞങ്ങൾ ആ ഉദ്ദേശത്തോടെ അല്ല ജോലി ചെയ്യാൻ പറഞ്ഞത്. എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാ ജോലിയൊക്കെ പെട്ടെന്ന് തീരുമെന്ന് കരുതിയിട്ടാ അങ്ങനെ പറഞ്ഞത്. അപ്പോ ഞാൻ ജോലി ചെയ്യാനാണോ ഈ വീട്ടിലേക്ക് വന്നത്? എന്തിനാ വെറുതെ വഴക്ക് കൂടുന്നേ? നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറയേ, അവര് തന്നെ ചെയ്തോളും. നോക്ക് വല്യമ്മേ, എനിക്ക് ജോലി ചെയ്യാനായിട്ട് ഒരു മടിയുമില്ല. വീട്ടിലുള്ള ഒരാളോട് പറയുന്ന പോലെ പറഞ്ഞാൽ ഞാൻ സന്തോഷമായിട്ട് ചെയ്തു കൊടുത്തേനെ. ഇതുപോലെ ജോലിക്കാരികളോട് പറയുന്ന പോലെ പറഞ്ഞാലേ മനസ്സിന് പ്രയാസം തോന്നില്ലേ? നിന്നെ ഇവിടെ ആരും ആ കണ്ണുകൊണ്ട് കാണില്ല. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ചെയ്യേ, ഇല്ലെങ്കിൽ വിട്ടേക്ക്. നമസ്കാരം അമ്മേ. നമസ്കാരം. വസു, പോയി ആഭരണങ്ങൾ കൊണ്ടുവാ. ഭാവനെ, നീ അടുക്കളയിലേക്ക് ചെല്ല്. ശരി അമ്മേ. ആന്റി, നമ്മുടെ പ്ലാനിന്റെ പാർട്ട്ണർ വന്നിട്ടുണ്ട്. അയ്യോ, ഇത്രയും ആഭരണങ്ങളോ? വല്യമ്മയുടെ വീട്ടില് വലിയ ആഭരണ കട തന്നെ ഉണ്ടല്ലോ. ഒന്നുമില്ല എടുത്തി, നടക്കുമ്പോ ഒന്ന് തെന്നി വീണതാ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്ക് കുഴപ്പമില്ല അമ്മേ.
ഒന്ന് ശ്രദ്ധിച്ച് നടക്കണ്ടേ? നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ മോളെ? മാഡം, എല്ലാ ആഭരണത്തിലും പോളിഷ് ചെയ്തിട്ടുണ്ട്. മാഡം ഒന്ന് കണ്ടു നോക്ക്. നന്നായിട്ടുണ്ട്. വസു, അയാൾക്ക് കാശ് കൊടുത്തേക്ക്. ആഭരണങ്ങൾ സൂക്ഷിച്ചു വെക്ക്. നാളെ പൂജയ്ക്ക് ശേഷം അവരവരുടെ ആഭരണങ്ങൾ കൊടുത്തേക്ക്. ശരി അമ്മേ. എന്റെ അടുത്ത് ഇത്രയും ആഭരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ഈ വീട്ടിലേ വരില്ലായിരുന്നു. മാഡം, പറഞ്ഞതുപോലെ ചെയ്തില്ലേ? ചെയ്തു മാഡം. ഒറിജിനൽ ആഭരണങ്ങൾ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അവരുടെ കയ്യിൽ കൊടുത്തു. ദാ പിടിച്ചോളൂ. നിങ്ങളാൾ അടിപൊളിയാ. നിങ്ങളുടെ കൈക്ക് നല്ല ഐശ്വര്യമുണ്ട്. കണ്ണൊരൽപ്പം തെറ്റിയപ്പോ മൊത്തം അടിച്ചു മാറ്റിയല്ലോ. ഇതാ വെച്ചോ, നിങ്ങൾ കഷ്ടപ്പെട്ടതല്ലേ. കഷ്ടപ്പെട്ട ആഭരണങ്ങൾ അടിച്ചു മാറ്റിയിട്ട് ഇത്രയും കാശ് തന്നാൽ എങ്ങനെയാ മാഡം? പിന്നെ ഈ സ്വത്ത് മൊത്തം നിന്റെ പേരിൽ എഴുതി തരണോ? ഇത്രയും കിട്ടിയല്ലോ എന്ന് സന്തോഷിക്ക്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ആഭരണം മോഷ്ടിച്ചതിന് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. അയ്യോ, അതൊന്നും ചെയ്യല്ലേ മാഡം, ഞാൻ പൊക്കോളാം. ഒറിജിനൽ സ്വർണ്ണം ഇപ്പൊ നമ്മുടെ കയ്യിലെത്തി. അതെ ആന്റി, വിചാരിച്ചതുപോലെ ആഭരണങ്ങൾ തട്ടിയെടുത്തു. ഇത് മറച്ചു വെച്ചിട്ട് വസുവേട്ടത്തെ നാളെ കൊടുക്കണം. നാളെ അവള് കരയുന്നത് വരെ വെറുതെ വിടാൻ പാടില്ല. അവള് 3 കുടം വെള്ളം കുടിക്കണം. വസുവേട്ടത്തെ ഇനി ജീവിതത്തിൽ നമ്മളെ ദ്രോഹിക്കാത്ത വിധത്തിൽ പണിയൊപ്പിക്കണം. നാളെ വസുവേട്ടത്തേക്ക് കിട്ടാൻ പോകുന്ന അപമാനത്താൽ വസുവേട്ടത്തെ നമ്മളെ കണ്ട് ഓരോ നിമിഷവും പേടിക്കണം. നിന്നെ എന്നെയും വസു എത്ര തവണ തല്ലിയിട്ടുണ്ട്. അതിനെല്ലാം കൂടി ചേർത്ത് ഒരു തിരിച്ചടി കൊടുക്കണം. പറ്റുമെങ്കിൽ വസുവിന്റെ ചെവിക്കല്ലും 2 പൊട്ടിക്കണം. ആന്റി മുതിർന്നവരായതുകൊണ്ട് വസുവേട്ടത്തെ തല്ലാൻ പറ്റും. എനിക്ക് ആ ഭാഗ്യം ഇല്ലാതെ പോയി. ഞാൻ കൈകൊണ്ട് അവളെ അടിക്കും, നീ വാക്കുകൾ കൊണ്ട് അവളെ കൊല്ലും. ശാരീരികമായിട്ട് കിട്ടുന്ന വേദനയെക്കാളും മനസ്സിന് കിട്ടുന്ന അടിക്കാടി നല്ല വേദന. ആ വസു പെടഞ്ഞു ചാവണം. അതെ ആന്റി, വസുവേട്ടത്തിയെ നാളെ ഒരു വഴിയാക്കി തീർത്തേ ഞാൻ അടങ്ങും. അവർക്ക് തല കുനിച്ച് നടക്കേണ്ടി വരും. വാ, ആ വസു അറിയാതെ ഈ സ്വർണ്ണം ഒളിച്ചു വെക്കണം. ശരി ആന്റി. എന്തു പറ്റി വസു? ആഭരണത്തിൽ എന്തോ പശ പോലെ ഒട്ടുന്നു ചേച്ചി. ഇപ്പോഴല്ലേ ഈ ആഭരണങ്ങളൊക്കെ പോളിഷ് ചെയ്തത്? അങ്ങനെ എന്താ ഒട്ടുന്നത്? ഇത് ഗോൾഡ് ആഭരണങ്ങളല്ല ചേച്ചി, ഗോൾഡ് കവറിങ്ങാ.
അതെ വസു, ഇതൊക്കെ ഇമിറ്റേഷൻ ആഭരണങ്ങളാ. നമ്മൾ പോളിഷ് ചെയ്യാൻ കൊടുത്തത് സ്വർണ്ണാഭരണങ്ങളല്ലേ? പോളിഷ് ചെയ്യാൻ വന്ന ആള് നമ്മുടെ ആഭരണങ്ങൾ കൊണ്ടുപോയിന്നാ തോന്നുന്നത്. ഈ ആഭരണങ്ങൾ നമുക്ക് തന്നിട്ട് ശരിക്കുള്ള ആഭരണം അയാൾ കൊണ്ടുപോയി ചേച്ചി. അതെങ്ങനെ അയാൾ ചെയ്യും? അത് മാത്രമല്ല, നമ്മളെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇതെങ്ങനെ മാറ്റിയതാ? ചേച്ചി, ഒരു തവണയൊന്ന് അയാളെ വിളിച്ചു നോക്കാമോ? പിടിക്കേ. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക വസു. ഡൗട്ടേ ഇല്ല ചേച്ചി, ഇത് അയാളുടെ പണിയാ. അവൻ ആഭരണം മോഷ്ടിച്ചു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും വസു? ഉടനെ പോയി അവനെ പിടിക്കണം ചേച്ചി. ഒരുപാട് ദൂരമൊന്നും പോയി കാണില്ല. ഉടനെ തിരക്കിയ അവനെ നമുക്ക് കിട്ടും. ഞാൻ പോയി എത്രയും പെട്ടെന്ന് നമ്മുടെ ആഭരണം കണ്ടുപിടിക്കാം. ഞാനും നിന്റെ കൂടെ വരാൻ വസു. വിശ്വാസവഞ്ചകൻ, അവൾ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? നമ്മുടെ കണ്ണിൽ മണ്ണിട്ടു. അവനെ വെറുതെ വിടാൻ പാടില്ല. വാ പോവാം. അവൻ ഏത് ഭാഗത്ത് പോയിരിക്കും വസു? ചേച്ചി ചേച്ചി ആ ഭാഗത്തേക്ക് പോ, ഞാൻ ഇങ്ങോട്ടേക്ക് പോവാം. ശരി വസു. ഈ കാശ് കൊണ്ട് ഒരാഴ്ച ഓടിക്കാം. മാസത്തിൽ ഇതുപോലെ 1-2 കേസ് കിട്ടിയാലേ കാശിന് പ്രശ്നം ഉണ്ടാവില്ല. എന്റെ അമ്മോ, അതിനുള്ളിൽ കണ്ടുപിടിച്ചോ? നിക്കടാ വൃത്തിയിട്ടവനെ, അവിടെ നിക്കൻ. നിന്നോടാ നിക്കൻ. നിക്കടാ നിക്ക്. നിക്കടാ. അവിടെ നിക്കേ. അവൻ നിക്കത് ഓടുകയാണല്ലോ. എടാ നിക്കേ. നിന്നെയാ നിക്കൻ. അവിടെ നിക്കണോ? എടോ നിക്കൻ. എന്റെ അമ്മോ, എടാ നിക്കടവിടെ. രക്ഷപ്പെടാൻ നോക്കുവാണോ നീ? മര്യാദയ്ക്ക് ആഭരണങ്ങൾ തിരിച്ചു തന്നേക്ക്. നിന്നോട് ചോദിക്കുന്നേ. ഇങ്ങ് തരാൻ, ഇങ്ങ് തരാൻ, തരാനല്ലേ പറഞ്ഞേ? തരാൻ വിടാനാ പറഞ്ഞേ. ഇങ്ങ് താ. വസു, ആഭരണങ്ങൾ കിട്ടിയോ വസു? ഇല്ല ചേച്ചി, ഈ ബാഗിൽ ആഭരണം ഇല്ല. അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോയി. ഇനി അവനെ നമുക്ക് കിട്ടില്ല വസു. ആഭരണങ്ങൾ അവൻ ആർക്കോ വിറ്റ് കാണും. ഇനിയിപ്പോ എന്ത് ചെയ്യും? നാളെ പൂജയിൽ എന്താ വെക്കുക? ആഭരണങ്ങൾ മോഷണം പോയിന്ന് പറഞ്ഞ അമ്മ അത് വിശ്വസിക്കില്ല. നിനക്കാണ് ചീത്തപ്പേര് കിട്ടുക. എന്ത് ചെയ്യാം? കണ്ടുപിടിക്കണം ചേച്ചി. എങ്ങനെങ്കിലും അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. ആഭരണം കണ്ടെത്തണം. കയ്യിൽ കിട്ടിയവൻ രക്ഷപ്പെട്ട് ഓടിപ്പോയി. ഇനി എങ്ങനെ അവനെ നമ്മൾ പിടിക്കും വസു? പോലീസിന് കംപ്ലൈന്റ് കൊടുത്താലോ? പോലീസിനോട് പോയി പറഞ്ഞ ആഭരണം നഷ്ടപ്പെട്ട വിവരം അമ്മയും അറിയും ചേച്ചി. ഞാൻ തന്നെ അവനെ കണ്ടുപിടിക്കും. അവന്റെ ഫോൺ നമ്പർ അല്ലാതെ വീട്ടിലെ അഡ്രസ് പോലും നമ്മുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെ നമ്മൾ പിടിക്കും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ.